നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വീടിന്റെ പൂട്ട് പൊളിച്ചകത്ത് കയറി കട്ടിലും കിടക്കയും തീയിട്ട് നശിപ്പിച്ച കേസിലെ പിടികിട്ട പുള്ളിയെ പിടികൂടി. കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ വീട്ടിൽ സുന്ദരനാണ് പോലീസിന്റെ പിടിയിലായത്. ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമാക്കി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയം. ദീപാലങ്കാരങ്ങളും മറ്റ് ഒരുക്കങ്ങളുമായി കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയവും പരിസരവുമെല്ലാം വർണ്ണാഭമായി. സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഇന്ന് പവന് 280 രൂപ വർദ്ധിച്ച് 1,1880 രൂപയാണ് ഉയർന്നത്. വാർത്തകൾ വിശദമായി. വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി കട്ടിലും കിടക്കയും തീയിട്ട് നശിപ്പിച്ച കേസിലെ പിടികിട്ട പുള്ളിയെ പിടികൂടി. കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ വീട്ടിൽ 54 വയസ്സുള്ള സുന്ദരനാണ് പോലീസിന്റെ പിടിയിലായത്. 2019 കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ പ്രവീണിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കോടതി നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി പ്രതിയെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച് വാറന്റ് പുറപ്പെടുവിച്ചു. ഈ വാറന്റ് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ആളൂർ താഴേക്കാട് വരദനാട് സ്വദേശി പോട്ടയത്തുപറമ്പിൽ വീട്ടിൽ 51 വയസ്സുള്ള ജയനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വരദനാട് അമ്പലത്തിലെ കഴിഞ്ഞ ഉത്സവത്തിന് പ്രതി മദ്യപിച്ച് വന്ന പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിലാണ് അമ്പലത്തിലെ ജീവനക്കാരനെ ആക്രമിച്ചത്. ആളൂർ പോലീസ് സ്റ്റേഷൻ SI-മാരായ KT ബെന്നി, സുമേഷ് കുമാർ, CPO ആഷിഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമാക്കി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയം. ദീപാലങ്കാരങ്ങളും മറ്റ് ഒരുക്കങ്ങളുമായി കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയവും പരിസരവുമെല്ലാം വർണ്ണാഭമാക്കിയിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് തുടങ്ങിയ കരോൾ കോട്ടപ്പുറം ടോൾ വഴി കീത്തോളി കൂടി കോട്ടപ്പുറം ചന്തയിൽ കൂടി വന്ന് പള്ളിയിൽ സമാപിച്ചു. നഗരത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയം. വിവിധ മത്സരങ്ങളും കലാപരിപാടികളും കരോളുമൊക്കെയായി വിപുലമായ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളാണ് ദേവാലയത്തിൽ അരങ്ങേറുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലി സംഘടിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ദൃശ്യാവിഷ്കാരമാണ് റാലിയുടെ പ്രധാന ആകർഷണം. ബാൻഡ് മേളം, അലങ്കരിച്ച വാഹനങ്ങൾ, സാന്റയുടെയും രാജാക്കന്മാരുടെയും മാലാഖമാരുടെ ആട്ടിടയന്മാരുടെയും യഹൂദന്മാരുടെയും വേഷമണിഞ്ഞ് മാലാഖമാരും പാപ്പമാരും പാട്ടും നൃത്തവുമായി റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. പള്ളിയിൽ നിന്ന് തുടങ്ങിയ കരോൾ കോട്ടപ്പുറം ടോൾ വഴി കീത്തോളി കൂടി കോട്ടപ്പുറം ചന്തയിൽ കൂടി വന്ന് പള്ളിയിൽ സമാപിച്ചു. കത്തീഡ്രൽ വികാരി ഡോക്ടർ ഡൊമിനിക് പിൻഹീറോ, ഫാദർ പീറ്റർ കണ്ണമ്പുഴ, ഫാദർ നിഖിൽ മുട്ടിക്കൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള ഹോളി ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിസ്മസ് വില്ലേജ് ബെത്ലഹേം ഇൻ ഹോളി ഗ്രേസ് സംഘടിപ്പിച്ചു. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ആംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഹോളി ഗ്രേസിൽ ഒരു ബെത്ലഹേം ഉണ്ടാക്കുക. നമുക്കറിയാം, ബെത്ലഹേമിലെ ഹോളി ഗ്രേസ് ആണ് ക്രിസ്തു. ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എല്ലാവർക്കും കാരുണ്യവും കൃപയും സ്നേഹവും സമാധാനവും നൽകുവാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ഹോളി ഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ, ജോസ് കണ്ണമ്പിള്ളി, വക്കച്ചൻ താക്കോൽക്കാരൻ, ജോസ് CV, ആന്റണി മാളിയക്കൽ, ജെയിംസ് മാളിയക്കൽ, അമൽ വടക്കൻ എന്നിവർ സംസാരിച്ചു. കെ കരുണാകരന്റെ ചരമദിനത്തോടനുബന്ധിച്ച് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മാള ടൗണിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനവും ജനപ്രതിനിധി സംഗമവും KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അപാലവൃദ്ധം ജനങ്ങളും ഉള്ളിൽ തട്ടി ലീഡർ എന്ന് വിളിച്ച നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും ജീവിക്കുന്ന ആരാധ്യനായ ലീഡർ ശ്രീ കെ കരുണാകരൻ
അദ്ദേഹം ഓർമ്മയായതിന്റെ ഓർമ്മ ദിവസമാണിന്ന്. 15ാം ചരമവാർഷികം കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും വിപുലമായി ആചരിക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള അനുസ്മരണ സമ്മേളനങ്ങളും സെമിനാറുകളും പുഷ്പാർച്ചനയും കൂട്ടായ്മകളും ലീഡറോടുള്ള, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയോടുള്ള, കോൺഗ്രസിലെ അധികായകനായ നേതാവായിരുന്ന കരുണാകരനോടുള്ള അദമ്യമായ ബന്ധത്തിന്റെ അടയാളങ്ങളാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജെനീഷ്, DCC ജനറൽ സെക്രട്ടറിമാരായ VA അബ്ദുൽ കരീം, TM നാസർ, അഡ്വക്കേറ്റ് VM മൊഹീദ്ദീൻ, KK രവി നമ്പൂതിരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കൊടിയൻ, കാവ്യ രഞ്ജിത്ത്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ, PD ജോസ്, സോയി കോലഞ്ചേരി, KN സജീവൻ, ജോഷി കാഞ്ഞുത്തറ, PK തിലകൻ, ജിയോ കൊടിയൻ, ഷാജു മണവാളൻ, ബൈജു കണ്ടപ്പശ്ശേരി, KR പ്രേമ, സാനി ചക്കാലക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുത്തഞ്ചിറ GVHSSലെ SPCയുടെ ത്രിദിന ക്യാമ്പിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ മെമ്പർ കാവ്യ രഞ്ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് TS ഷാജു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഗിരിജ രാധാകൃഷ്ണൻ, പ്രധാനാധ്യാപിക MA മറിയം, CPO ഷറഫുദ്ദീൻ, PTA വൈസ് പ്രസിഡന്റ് ഷബീർ, PG വിജയരാഘവൻ, ഷിഹാനത്ത് ഷബീർ, CB സിറാജ്, CPO ഉപേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഇന്ന് പവന് 280 രൂപ വർദ്ധിച്ച് 1,08,880 രൂപയായാണ് ഉയർന്നത്. ഇന്നലെയാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം പിന്നിട്ടത്. ഗ്രാമിന് 12,735 രൂപയാണ് ഇന്നത്തെ വില. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും രൂപയുടെ മൂല്യം ഇടിയുന്നതുമാണ് ആഭ്യന്തര വിപണിയിൽ വില ഇത്രയധികം ഉയരാൻ കാരണം. വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് സൂചനകൾ. കല്യാണ സീസൺ അടുത്തിരിക്കെ സ്വർണ്ണവിലയിൽ ഉണ്ടായ ഈ റെക്കോർഡ് വർധന സാധാരണ കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മാളക്കാർക്കായി ഡസിൽസ് ബ്രൈഡൽ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചു. മാള ഫെഡറൽ ബാങ്കിന് എതിർവശത്ത് ഇരുനിലകളിലായി ആരംഭിച്ചിരിക്കുന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ TK ജിനേഷ് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് പ്രസിഡന്റ് PT പാപ്പച്ചൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മാളയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുപോയി വാങ്ങി കൊണ്ടുവന്നിരുന്ന നമ്മുടെ ജനങ്ങൾക്ക് മാളയിൽ തന്നെ അത്ര ഒരു സൗകര്യം ഒരുക്കി തന്ന ഇതിൻ്റെ മാനേജ്മെന്റിനും സ്റ്റാഫിനും പ്രത്യേകം മാള ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഇതിൻ്റെ ഭാഷയിൽ നന്ദി അറിയിപ്പിക്കാം. തുടർന്ന് ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടുകാരെല്ലാവരും സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കും. ഏറ്റവും ഗുണമേന്മയുള്ള ബ്രൈഡൽ ഫാൻസി കളക്ഷൻസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ബാഗുകൾ, പെർഫ്യൂംസ്, ടോയ്സ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഡാസിൽസ് ഉപഭോക്താക്കൾക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. മാള മഹല്ല് പ്രസിഡന്റ് AA അഷ്റഫ്, മാനേജ്മെന്റ് പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വീടിന്റെ പൂട്ട് പൊളിച്ചകത്ത് കയറി കട്ടിലും കിടക്കയും തീയിട്ട് നശിപ്പിച്ച കേസിലെ പിടികിട്ട പുള്ളിയെ പിടികൂടി. കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ വീട്ടിൽ സുന്ദരനാണ് പോലീസിന്റെ പിടിയിലായത്.
ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമാക്കി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയം. ദീപാലങ്കാരങ്ങളും മറ്റ് ഒരുക്കങ്ങളുമായി കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയവും പരിസരവുമെല്ലാം വർണ്ണാഭമായി. സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഇന്ന് പവന് 280 രൂപ വർദ്ധിച്ച് 1,1880 രൂപയാണ് ഉയർന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.